തിരഞ്ഞെടുപ്പ് അടുത്തതോടെ എവിടെയും പ്രഖ്യാപന പെരുമഴയാണ്. ഇപ്പോൾ കോൺഗ്രസ് എല്ലാവർക്കും 6000 രൂപ എന്ന പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ്. ദരിദ്രർക്ക് പ്രതിമാസം 6000 മുതൽ 12000 രൂപ വരെ മിനിമം വരുമാനം. വൻ വാഗ്ദാനവുമായാണ് രാഹുൽ ഗാന്ധി എത്തിയിട്ടുള്ളത്. രാജ്യത്തെ പാവപ്പെട്ട കാർഷിക കുടുംബങ്ങൾക്ക് പ്രതിമാസം 12000 രൂപ മിനിമം വരുമാനം നൽകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാജ്യത്തെ 20% കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഈ തുക എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കും. ഡൽഹി പാർട്ടി ആസ്ഥാനത്ത് നടന്ന തിരഞ്ഞെടുപ്പ് കാര്യ സമിതി യോഗത്തിന് ശേഷമാണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ദേശീയ വക്താവ് രൺദീപ് സിംഗ് സുർജേവാല, സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കരുതെന്ന അഭിപ്രായം നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അറിയിച്ചിരുന്നു. അതേസമയം രാഹുൽ വയനാട്ടിൽ മത്സരിക്കണമെന്ന ആവശ്യം കേരളത്തിലെ നേതാക്കൾ ശക്തമായി ഉന്നയിക്കുകയാണ്. ഇതിനിടയിലാണ് പുതിയ പ്രഖ്യാപനവുമായി രാഹുൽ വീണ്ടും ഞെട്ടിച്ചിരിക്കുന്നത്. രാഹുൽ വയനാട് മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തമായ സൂചനകൾ വന്നിട്ടില്ല. എന്നാൽ ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന PC ചാക്കോ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതൃപ്തി പരസ്യമായി തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടെ കോൺഗ്രസിന്റെ 9ാം സ്ഥാനാർത്ഥി പട്ടികയിലും വയനാടും വടകരയും ഉൾപ്പെട്ടില്ല. ദില്ലിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ തന്നെ നേതൃത്വത്തിൽ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ 2 കാര്യങ്ങൾക്കാണ് വ്യക്തത വരേണ്ടിയിരുന്നത്. ഒന്ന്, രാഹുൽ അമേഠി കൂടാതെ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുമെങ്കിൽ അത് വയനാടാകുമോ? അത് ചോദ്യമായി തന്നെ നിൽക്കുന്നു. ചിരിച്ചുകൊണ്ട് കടന്നു പോകുന്നതല്ലാതെ രാഹുൽ വ്യക്തമായി ഒന്നും പറയുന്നില്ല. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന വാർത്തയിൽ ഉടനെ പ്രതികരിക്കാതിരുന്ന BJP ദേശീയ നേതൃത്വം പിന്നീട് ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേഠിയിൽ എതിരാളിയായ സ്മൃതി ഇറാനിയെ രാഹുൽ ഭയന്നോടി എന്നായിരുന്നു BJPയുടെ പരിഹാസം. എന്നാൽ രാഹുൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണവും ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നോ രാഹുലിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. തമിഴ്നാട്, കർണാടക PCCകൾ രാഹുൽ അവരവരുടെ സംസ്ഥാനങ്ങളിൽ വന്ന് മത്സരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ KPCC വയനാട് സീറ്റിൽ തന്നെ മത്സരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോഴും മുന്നോട്ട് വച്ചിരിക്കുന്നത്. അമേഠിയാണ് രാഹുലിന്റെ കർമ്മഭൂമി. KPCCയുടെ ആവശ്യവും രാഹുൽ പരിഗണിക്കുമെന്നാണ് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പ്രതികരിച്ചത്. ഇതിനു മുൻപും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ആവശ്യം രാഹുലിന് മുന്നിൽ വച്ചിരുന്നു. തമാശയെന്ന നിലയിലാണ് ആദ്യം ഈ ആവശ്യം പറഞ്ഞതെങ്കിലും അന്ന് ഗൗരവത്തോടെയാണ് രാഹുൽ മറുപടി പറഞ്ഞത്. പ്രധാനപ്പെട്ട സീറ്റാണ് വയനാട് എന്നറിയാമെന്നും എന്നാൽ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്ന് ഫോക്കസ് മാറ്റാനാകില്ലെന്നുമായിരുന്നു രാഹുലിന്റെ പ്രതികരണം. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് രാഹുലിന്റെ ഫോക്കസ് ഇനി എങ്ങോട്ടായിരിക്കും? ഉത്തരേന്ത്യ മാത്രമായിരിക്കുമോ അതോ വയനാട് എത്തുമോ? ചോദ്യം ഉത്തരമില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.